നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് രസ് എന്ന ടോപ്പിക്കാണ്. രസ് ഓർ സ്ഥായി ഭാവ് ആണ്. പല എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണിത്. ആദ്യം നോക്കാം രസ് എന്താണെന്ന്. രസ് ക്യാ ഹെ? रस वह आनंद है जो साहित्य पढ़ते या नाटक देखते समय मिलता है. ഇപ്പോൾ രസം എന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ്, ഒരു ആനന്ദമാണ്. അത് നമുക്ക് സാഹിത്യം വായിക്കുന്നതിലൂടെയോ, ഇപ്പോൾ ഒരു നോവലോ സ്റ്റോറിയോ എന്തെങ്കിലും വായിക്കുന്നതിലൂടെയോ ഒരു നാടകം കാണുന്നതിലൂടെയോ ഒക്കെ നമുക്ക് കിട്ടും. അതാണ് രസ് എന്ന് പറയുന്നത്. രസ് സിദ്ധാന്ത് കാ പഹല ഉല്ലേഖ് നാട്യശാസ്ത്ര में मिलता है. നാട്യശാസ്ത്ര के रचयिता ഭരത് മുനി ഹെ. രസസിദ്ധാന്തം അല്ലെങ്കിൽ രസിനെ കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്നത് ഭരത് മുനിയുടെ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ്. അപ്പോൾ രസ് എന്ന് പറയുന്നത് ഒരു കഥയോ കവിതയോ മറ്റ് സാഹിത്യപരമായ രചനകളോ വായിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു നാടകം നേരിട്ട് കാണുന്നതിലൂടെയോ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു ഹാപ്പിനെസ്സാണ് രസ് എന്ന് പറയുന്നത്. രസസിദ്ധാന്തം അല്ലെങ്കിൽ രസ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് പറയുന്നത്, അതിനെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ്. ഭരത് മുനി കോ രസ് സിദ്ധാന്ത് കാ പ്രവർത്തക് മാനാ ജാതാ ഹെ. അതുകൊണ്ട് തന്നെ ഭരതമുനിയാണ് രസസിദ്ധാന്തം, രസ് എന്ന ആ ഒരു തിയറിയുടെ ജനകമായിട്ട്, ഫാദറായിട്ട് കണക്കാക്കുന്നത്. ഇനോനെ രസ് കോ കാവ്യ കി ആത്മാ മാനാ ഹെ. ഇത് പലപ്പോഴും എക്സാമുകളിൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രസ് കോ കാവ്യ കി ആത്മാ കിസ്നെ മാന. രസം എന്ന് പറയുന്നതാണ് കാവ്യത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ സോൾ എന്ന് പറയുന്നു. അതാരാണ് പറഞ്ഞത് എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഭരതമുനിയാണ്. അദ്ദേഹമാണ് ഈ രസസിദ്ധാന്തത്തിൻ്റെ പ്രവർത്തക് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹമാണ് രസിന് കാവ്യത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി നമുക്ക് രസിൻ്റെ അങ്ക്, രസിന് എന്തൊക്കെ പാർട്സ് ആണുള്ളതെന്ന് നോക്കാം. വിഭാവ്, അനുഭാവ്, സ്ഥായി ഭാവ് और സഞ്ചാരി ഭാവ്. രസിന് 4 അങ്ക്, 4 പാർട്ടുകളാണുള്ളത്. എന്താ? വിഭാവ്, അനുഭാവ്, സ്ഥായി ഭാവ് और സഞ്ചാരി ഭാവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിഭാവ്, അനുഭാവ് और സഞ്ചാരി ഭാവ് के संयोग से रस की उत्पत्ति होती है. നമ്മൾ പറഞ്ഞല്ലേ ഇങ്ങനെ രസം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെ കണ്ടാലാണ്, എന്തൊക്കെ വായിക്കുന്നതിലൂടെയാണ് രസം ഒരാളിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രസം ഉണ്ടാകാൻ എന്തൊക്കെ ആവശ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. വിഭാവ്, അനുഭാവ് ഓർ സഞ്ചാരി ഭാവ്, ഈ 3 കാര്യങ്ങൾ ചേർന്നാലാണ് നമ്മളിൽ രസം എന്നൊരു ആ ഒരു അവസ്ഥ, ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇനി രസ് കി പ്രകാർ, ഇനി രസം ഏതൊക്കെ ടൈപ്പിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം നവരസങ്ങൾ എന്നാണ് പറയുന്നത്. രസം സാധാരണ 9 ടൈപ്പുകളിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ രസിൻ്റെ എണ്ണം 10 ആണെന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ 9 എണ്ണം എന്താണെന്ന് നോക്കാം. 1 ശൃംഗാർ രസ്, 2 രൗദ്ര രസ്, വീർ രസ്, ഭയാനക് രസ്, അദ്ഭുത് രസ്, ശാന്ത് രസ്, കരുൺ രസ്, ബീംബൽസ് രസ്, നിർവേദ് രസ്. മെയിൻലി 9 രസങ്ങൾ, ഈ 9 എണ്ണാണുള്ളതെന്ന് പറയുന്നത്. അതുകൂടാതെ ഒന്നുകൂടി ഉണ്ടെന്നാണ് ചില വിദ്വാൻമാർ പറയുന്നത്. രസങ്ങളുടെ എണ്ണം 9 അല്ല 10 ആണ് എന്നാണ് പറയുന്നത്. ആ 10ാമത്തെ രസം ഏതാണെന്ന് വെച്ചാൽ അത് വാത്സല്യ രസമാണ്. പ്രായ രസോ കി സംഖ്യ 9 മാനി ജാത്തേ ഹെ. സാധാരണയായിട്ട് നവരസങ്ങൾ 9 രസങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നതെങ്കിലും ചില ആൾക്കാർ എന്ത് പറയുന്നു, ചില വിദ്വാൻമാർ പറയുന്നു അല്ല, വാത്സല്യ രസം എന്ന് പറയുന്നൊരു രസം കൂടി ഉണ്ട്. അപ്പോൾ രസിൻ്റെ എണ്ണം 10 ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഭാവ് എന്താണെന്ന് നോക്കാം. भाव मन में उत्पन्न होने वाली भावनाएं होती है. इन्हीं भावों के आधार पर രസവും की ഉത്പത്തി होती है. ഇപ്പം നമ്മൾ വിഭാവ്, അനുഭാവ്, സഞ്ചാരി ഭാവ് എന്നൊക്കെ കേട്ടല്ലേ, അതൊക്കെ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഭാവ് എന്താണെന്ന് അറിയണം. ഭാവ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്, ഫീലിങ്സ് ആണ്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഇമോഷൻസ്, എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാവുന്നോ അതാണ് ഭാവ്. ഈ ഭാവിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും രസം ഉണ്ടാവുന്നത്. ഭാവ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്ഥായി ഭാവും പിന്നെ സഞ്ചാരി അല്ലെങ്കിൽ വ്യഭിചാരി ഭാവും. ഇനി സ്ഥായി ഭാവ് എന്താ? സ്ഥായി ഭാവ് വേ ഭാവ് होते हैं जो मन में स्थिर रहते हैं. ये भाव आसानी से नष्ट नहीं होते. इन्हीं स्थाई भावों से रस की उत्पत्ति होती है. ഭാവ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ഥായി ഭാവും
സഞ്ചാരി ഭാവം. അതിൽ സ്ഥായി ഭാവം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. അത് നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ടുള്ളതാണ്, അതിങ്ങനെ ഇല്ലാണ്ടായി പോകുന്നുമില്ല. അപ്പോൾ സ്ഥായി ഭാവയിലൂടെയാണ് രസങ്ങൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 9 രസങ്ങൾ അല്ലെങ്കിൽ 10 രസങ്ങളാണുള്ളത്. ആ 10 രസങ്ങൾക്കും 10 സ്ഥായി ഭാവം അല്ലെങ്കിൽ 9 സ്ഥായി ഭാവം ഉണ്ട്. അതെന്താണ് നാം നോക്കുന്നത്. ഇതും പല തവണ എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് കാണുന്നത്. ശൃംഗാർ രസ് കാ സ്ഥായി ഭാവ് കോൺസാ ഹെ എന്നിട്ട് കുറേ ഓപ്ഷൻ തരും. അപ്പോൾ ശൃംഗാർ രസിൻ്റെ സ്ഥായി ഭാവ് രതിയാണെന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും രസ് എന്താണെന്നും അതിൻ്റെ സ്ഥായി ഭാവം എന്താണെന്ന് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ സ്ഥായി ഭാവം പഠിച്ച് രസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആദ്യം രസം എന്തൊക്കെയാണെന്ന് പഠിക്കുക, ഓരോ രസിൻ്റെയും സ്ഥായി ഭാവം എന്താണെന്ന് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. ഇത് പല തവണ ചോദിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നോക്കിപ്പോണം. ശൃംഗാർ രസിൻ്റെ സ്ഥായി ഭാവമാണ് രതി. ഹാസ്യരസിൻ്റെ ഹാസാണ്. കരുൺ രസിൻ്റെ ശോകാണ് സ്ഥായി ഭാവ്. കരുൺ രസിൻ്റെ സ്ഥായി ഭാവ് എപ്പോൾ ചോദിക്കും, ശോകാണെന്ന് ഓർത്തു വെക്കണം. രൗദ്രരസ് ക്രോധാണ്. വീർരസിൻ്റെ സ്ഥായി ഭാവ് ഉത്സാഹം. ഭയാനക് രസിൻ്റെ ഭയാണ്. ബീബൽസ് രസിൻ്റെ ജുഗുപ്സയാണ്. അദ്ഭുത് രസിൻ്റെ വിസ്മയാണ്. ശാന്തിരസ് നിർവേദ്. വാത്സല്യരസ് വാത്സല്യം. ചില രസത്തിൻ്റെ ആ ഒരു സ്ഥായി ഭാവം അതിൻ്റെ പേരുമായിട്ട് സെയിം ആയിട്ടുള്ളതായിരിക്കും, ചിലതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഓരോ സ്ഥായി ഭാവവും അതിൻ്റെ രസങ്ങൾ എന്തൊക്കെയാണ് വിത്ത് എക്സാമ്പിൾസ് നോക്കാം. ശൃംഗാർ രസിൻ്റെ സ്ഥായി ഭാവ് രതിയാണ്. അതിൻ്റെ ഉദാഹരണം നായക് ഓർ നായിക കാ പ്രേമം. നായകനും നായികയും തമ്മിലുള്ള പ്രേമ കാണിക്കുന്നെങ്കിൽ അവിടെ ശൃംഗാർ രസാണ്. അവിടെ രസിൻ്റെ സ്ഥായി ഭാവം എന്താ, രതിയാണ്. അടുത്തത് കരുൺ രസ്. അതിൻ്റെ സ്ഥായി ഭാവ് ശോകാണ്. ഉദാഹരണം പ്രിയ വ്യക്തിക്ക് മൃത്യു പർ ദുഃഖ്. ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു ദുഃഖം ഉണ്ടാവില്ലേ. ദുഃഖം ഉണ്ടാകുന്ന ഏത് സിറ്റുവേഷനിലും അവിടെ ഉണ്ടാകുന്ന രസം എന്താ, കരുൺ രസ. അതിൻ്റെ സ്ഥായി ഭാവം ശോക, ദുഃഖം തന്നെയാണ്. രൗദ്രരസിൻ്റെ സ്ഥായി ഭാവം ക്രോധ്, ദേഷ്യം തന്നെ. ഉദാഹരണം അന്യായ ദേക്കർ ക്രോധാന. നമുക്കറിയാം അന്യായമായ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഏത് രസമാണ് വന്നത്, രൗദ്രരസ. അപ്പോൾ അതിൻ്റെ സ്ഥായി ഭാവം ക്രോധാണ്. അടുത്തത് വീരരസാണ്. അതിൻ്റെ സ്ഥായി ഭാവ് ഉത്സാഹമാണ്. ഉദാഹരണം ദേശ് കി രക്ഷാ കെ ലിയെ സൈനിക് കാ സാഹസ്. നമ്മൾ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടി സോൾജിയേഴ്സ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അവരുടെ സാഹസം, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, വീരരസിലെ ഉദാഹരണമാണ്. അടുത്തത് ഭയാനക് രസ്. ഭയാനക് രസ് നമുക്കറിയാം ഭയമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ഥായി ഭാവം അവിടെ ഭയമാണ്. ഉദാഹരണം അന്ധേരമേ ഡർ ലഗ്ന. ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയം അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന രസം ഏതാ, ഭയാനക് രസ്. അവിടെ ഉണ്ടാകുന്ന സ്ഥായി ഭാവ് ബിബൽസ് രസ്. അവിടെ ഉണ്ടാകുന്ന സ്ഥായി ഭാവ് ജുഗുപ്സയാണ്. ഉദാഹരണം ഗന്ധി വസ്തു ദേക്കർ ഘൃണാഹോന. ഇപ്പോൾ ഒരു മോശമായ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നുന്നില്ലേ, ആ ഒരു ഫീലിങ്സാണ് ബീബൽസ് രസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അവിടെയുള്ള സ്ഥായി ഭാവ് ജുഗുപ്സയാണ്. അടുത്തത് അദ്ഭുത് രസ്. അതിൻ്റെ സ്ഥായി ഭാവ് വിസ്മയ. ഉദാഹരണം ആശ്ചര്യജനക് ഘടന ദേക്കർ ചകിത് ഹോന. ഇപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം കാണുന്നത് അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം ഉണ്ടാവില്ല, അത് തന്നെയാണ് അത്ഭുത രസ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഭാവം വിസ്മയാണ്. അടുത്തത് ശാന്തരസ്. അതിൻ്റെ സ്ഥായി ഭാവ് നിർവേദാണ്. ഉദാഹരണം സംസാർ സേ വിരക്തി ഓർ മന്മേ ശാന്തി. നമുക്ക് മനസ്സിന് ശാന്തിയുള്ള അവസ്ഥയും മറ്റുള്ള കാര്യങ്ങളോടൊന്നും അതിന് താല്പര്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ ശാന്തരസാണ്. അവിടെയുള്ള സ്ഥായി ഭാവ് നിർവേദാണ്. അടുത്തത് വാത്സല്യരസ്. വാത്സല്യം എന്താണെന്ന് അറിയാമല്ലേ, പാരൻസിൻ്റെ കുട്ടികളോടുള്ള ഒരു സ്നേഹം, അതാണ് വാത്സല്യം എന്ന് മലയാളത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഹിന്ദിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ഥായി ഭാവ് വാത്സല്യമാണ്. അതേപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ഉടനെ ഇടുന്നതാണ്.